എല്ലാവർക്കും ദേവിക റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. അപ്പൊ പെട്ടെന്ന് കുമ്പളങ്ങ പുളിശ്ശേരി ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ കുറച്ച് കുമ്പളങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അത് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. കുമ്പളങ്ങ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ ചെയ്യണത് കുറച്ച് മുളക് പൊടി ഇട്ടു. അപ്പം ഞാൻ കണ്ടില്ലേ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പം കുമ്പളങ്ങയുടെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വിസിലാവുമ്പോൾ കുക്കർ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കുക്കർ വെച്ചേക്കുകയാണ്, കണ്ടില്ലേ. അപ്പം നമുക്ക് ഇത് 1 വിസിലടിച്ച ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയാം. കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു ഗ്ലാസ് തേങ്ങാക്കൊത്ത് എടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടു, ജീരകം ഇട്ടു. ഇത് ഞാൻ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഞാൻ കട്ട തൈര് കൂട്ടി അരയ്ക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇപ്പൊ ഞാൻ അത് ഓൾറെഡി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് കട്ട തൈരും ഒഴിച്ചേക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് അരച്ചെടുക്കും. ഓൾറെഡി തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ഞാൻ ക്രഷ് ചെയ്ത് ഒന്ന് എടുത്തു. കാരണം അത് തേങ്ങ കൊത്തായ കാരണം. അതിനുശേഷം കട്ട തൈര് ഒഴിച്ച് അരക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കൂ, കുക്കറിന്റെ പ്രഷർ പോയി കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ പുളിശ്ശേരിയുടെ കുമ്പളങ്ങ കുക്കായി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു കലം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടുകയാണ്. കാരണം നമ്മളെപ്പോഴും മൺകലത്തിൽ ഉണ്ടാക്കിയ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം അതുകൊണ്ട് അതിലേക്ക് പകർത്തി അതിനുശേഷം ഞാൻ ഗ്യാസ് കത്തിക്കുകയാണ്. കണ്ടില്ലേ, ശേഷം ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചില്ലേ, ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ കറക്റ്റ് എനിക്ക് ആ പാത്രം കറക്റ്റാണ്, കലം. എന്നിട്ട് നമ്മൾ ഇത് പതയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് തിളക്കരുത്, കാരണം ഇത് തിളച്ചു കഴിഞ്ഞാൽ ഇത് നേർക്കും. അപ്പോൾ ഇത് പതയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കട്ടെ, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഉപ്പ് കൂടി വേണം. പച്ചമുളക് അത്ര എരിവില്ല. അപ്പോൾ ഓൾറെഡി മുളക് പൊടി ഇട്ടുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇതിട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം കണ്ടില്ലേ, ഏകദേശം കറക്റ്റാണ്. 1 വിസിലായതുകൊണ്ട് കുമ്പളങ്ങ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇപ്പം എല്ലാം ഓക്കെയാണ്. ഇനി ഇത് പതഞ്ഞ ശേഷം നമ്മളിതിൽ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കാളെന്നും പറയാം, പുളിശ്ശേരി റെഡിയാവും. അപ്പം ഞാൻ ഇത് തിളച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ ഈ കാളൻ പതഞ്ഞു കേട്ടോ. അപ്പം ഞാനത് ഓഫ് ചെയ്യാണ്. ഇപ്പുറത്ത് ഞാനിവിടെ കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്, അത് ഓഫ് ചെയ്തു. കടുകും നിങ്ങളെ കാണിക്കാം. ഇപ്പുറത്ത് ഞാൻ കടുകും ഉലുവയും മുളകും കൂടിയും കടുക് വറുക്കുകയാണ്. അല്ല, അത് കഴിഞ്ഞു, അതും വറുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ മഴയായതുകൊണ്ട് ഞാൻ പുറത്ത് പോയി കരിവേപ്പില ഇന്നലെ പറിച്ചത് തീർന്നു. മഴയായതുകൊണ്ട് ഞാനിപ്പോൾ കരിവേപ്പില ഇടുന്നില്ല. ഇപ്പം ഇതിൽ ഞാൻ ഇട്ടേക്കണത് ഉലുവ, കടുക്, മുളക് കേട്ടോ, ചുമന്ന വറ്റൽ മുളക്, അത്രയാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പം അത് ഞാൻ ഈ കലത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. തിളച്ച് പോവുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല.
അപ്പൊ നല്ലൊരു പുളിശ്ശേരി റെഡിയായി, കുമ്പളങ്ങ പുളിശ്ശേരി. അപ്പോൾ ഇതിപ്പോ നമ്മള് ഉപ്പ് മുളക് എല്ലാം പ്രപ്പോർഷൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. മധുരമൊന്നും അധികം ഉണ്ടാവില്ല, കുറച്ച് ഇത്രയും ഒരു പിഞ്ച് ശർക്കരയും കൂടി ഇട്ടാല് ആ തൈരിന്റെ പുളിയും അതുപോലെ തന്നെ മുളകും ഉപ്പും എല്ലാം ഒരു ഈക്വൽ പ്രപ്പോർഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോര് വെച്ച് കൂട്ടാനിൽ ഒരു പിഞ്ച് ഇത് ചേർക്കണത് കേട്ടോ. കണ്ടില്ലേ എന്താ ശർക്കര, അതൊരു ടിപ്പാണ് കേട്ടോ ടേസ്റ്റ് കൂട്ടാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ കണ്ടില്ല എന്ന് തോന്നുന്നു, ക്യാമറയുടെ പൊസിഷൻ ശരിയായിരുന്നില്ല. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഇതാണ് നമ്മുടെ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബായ്.